ഉള്ളറിവ് എന്ന യൂണിറ്റിൽ ഇനി നമുക്ക് ഒരു പാഠഭാഗം കൂടിയാണ് പരിചയപ്പെടാനുള്ളത്. ലാത്തിയും വെടിയുണ്ടയും. ഇത് ലളിതാംബിക അന്തർജനം എന്ന മലയാളത്തിൻ്റെ വലിയ കഥാകാരി എഴുതിയ ഒരു നോവലിൻ്റെ ഭാഗമാണ്. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ഒരു ചെറിയ അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും. നമ്മൾ നേരത്തെ പറഞ്ഞു 1908 അനർഘനിമിഷം എഴുതിയ ബഷീർ ജനിച്ചത് എങ്കിൽ അദ്ദേഹം തലയോലപ്പറമ്പിലാണ്, കോട്ടയം ജില്ലയിലുള്ള തലയോലപ്പറമ്പിലാണ് ജനിച്ചത് എങ്കിൽ 1909 ഒരു വർഷം കൂടി കഴിഞ്ഞാണ് ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരക്കരയിൽ ജനിക്കുന്നത്. 1909 അവർ കൊട്ടാരക്കരയിൽ കൊല്ലം ജില്ലയിലാണ് ജനിക്കുന്നത്. അതിനുശേഷം അവർ വിവാഹം കഴിച്ച് പോകുന്നത് പാലായിലുള്ള, കോട്ടയത്തുള്ള പാലായിലുള്ള രാമപുരം എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്. ഈ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവർ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ പഠനം വീട്ടിലായിരുന്നു. അവർ സംസ്കൃതം, ഒപ്പം മലയാളം, ഹിന്ദി, ഒപ്പം ഇംഗ്ലീഷ്, ഈ 4 ഭാഷകളിലും അവർക്ക് സാമാന്യത്തിലധികം ധാരണയുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ ഈ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ശകുന്തള എന്നുള്ള മലയാള സിനിമ എടുത്തപ്പോൾ കുഞ്ചാക്കോ, നമുക്കറിയാം, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും, ശാരദസന്ധ്യകൾ മരവുരിഞ്ഞെറിയുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ഈ ശകുന്തള എന്ന് പറയുന്ന സിനിമ, ഇതൊരു സിനിമയിലെ പാട്ടാണ്. അതായത് കാളിദാസൻ്റെ ശാകുന്തളമാണ് കഥ. ആ ശകുന്തള എന്നുള്ള സിനിമയുടെ തിരക്കഥ എഴുതിയത് തോപ്പിൽ ബാസിയാണെങ്കിൽ അതിൻ്റെ സംഭാഷണം എഴുതാൻ സംവിധായകൻ നിർമ്മാതാവും തിരഞ്ഞെടുത്തത് ലളിതാംബിക അന്തർജനത്തെയായിരുന്നു. അവരാണ് എൻ്റെ സംഭാഷണം എഴുതിയത്. ഇപ്പോൾ സംസ്കൃതം, ഒപ്പം തന്നെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇതിലെല്ലാം സാമാന്യ ധാരണയുണ്ടായിരുന്നു. വീട്ടിലായിരുന്നു പഠനം, സ്കൂളിലായിരുന്നില്ല പഠനം. എന്തായാലും അവരൊരു 14 വയസ്സ് മുതൽ എഴുത്തു തുടങ്ങി എന്നാണ് ധരിക്കേണ്ടത്. കഥകളാണ് അവർ പ്രധാനമായും എഴുതിയിരുന്നത്. അവരൊരൊറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ. അത് അവരുടെ 67-ാമത്തെയോ 68-ാമത്തെയോ വയസ്സിൽ 1976 അഗ്നിസാക്ഷി എന്ന ഒരൊറ്റ നോവലാണ് എഴുതിയിട്ടുള്ളത്. സിനിമയും ആയിട്ടുണ്ട് പിന്നീട്. എന്തായാലും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചാണ്. 1976 അവരെഴുതുമ്പോൾ അവർക്ക് വയസ്സ് 67-68 വയസ്സായി. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചാണ്, പിന്നിട്ടു പോന്ന കാലത്തെക്കുറിച്ചാണ്, അവരനുഭവിച്ചറിഞ്ഞ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഈ അഗ്നിസാക്ഷി എന്ന നോവൽ. ഒറ്റ നോവൽ അവർ എഴുതിയിട്ടുള്ളൂ. 18 ഭാഗങ്ങളായിട്ട്, 18 അധ്യായങ്ങളായിട്ട് ഈ നോവൽ തിരിച്ചിട്ടുണ്ട്. ഈ 18 അധ്യായങ്ങൾ വളരെ ചെറിയ നോവലാണ്. ഈ 18 അധ്യായങ്ങളിൽ പ്രധാനമായും 2 കാര്യങ്ങളിലാണ്, 2 ചരിത്ര സന്ദർഭങ്ങളാണ് വരുന്നത്. ഒന്ന്, അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് ജീവിച്ച സ്ത്രീയാണ്. ആ സ്വാതന്ത്ര്യ സമര കാലം അതിനകത്തുണ്ട്. ഒപ്പം തന്നെ അവരുടെ നമ്പൂതിരി സമുദായം ഒരുപാട് അനാചാരങ്ങളുള്ള ഒരു സമുദായമായിരുന്നു. ഒരുപാട് അനാചാരങ്ങൾ. അതിൽ നിന്ന് അതിനകത്ത് തന്നെയുള്ള ചെറുപ്പക്കാർ ഈ അനാചാരങ്ങൾക്കെതിരെ സമരം ചെയ്യുകയും അനാചാരങ്ങളിൽ നിന്ന് നമ്പൂതിരി സമുദായം രക്ഷപ്പെടുകയും ചെയ്തൊരു കാലം കൂടിയാണത്. ഇതെല്ലാം ഈ അഗ്നിസാക്ഷി എന്ന നോവലിൽ ഉണ്ട്. 2 സ്ഥലത്തിലാണ്. ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയൊലികൾ, മറ്റൊന്ന് നമ്പൂതിരി സമുദായത്തിനകത്ത് നടന്ന പരിഷ്കരണം. ഇത് രണ്ടും ഈ നോവലിൽ നമുക്ക് കാണുവാനാവും. നമ്പൂതിരി സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു ചില പ്രത്യേകതകളുണ്ട്. അത് ലോകത്ത് ഒരു ജനതയ്ക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ. ഒന്നാമത് ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥിതിയിൽ
മറ്റെല്ലാ ജാതികളെക്കാളും മുകളിൽ കൽപ്പിക്കപ്പെട്ട പദവി നമ്പൂതിരി സമുദായത്തിനായിരുന്നു. കേരളത്തിലെ ബ്രാഹ്മണരാണ് നമ്പൂതിരിമാർ. അവരുടെ ഇടയിലുള്ള ഇവിടുത്തെ ഭൂസ്വത്തെല്ലാം അവരുടെ കയ്യിലായിരുന്നു, നമ്പൂതിരിമാരുടെ കയ്യിൽ. അപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, മൂത്തയാൾ മാത്രം വിവാഹം കഴിക്കും. 5 സഹോദരന്മാരൊരു വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും മൂത്തയാൾ വിവാഹം കഴിക്കും. ബാക്കി 4 പേരോ, അവർ 4 പേരും നമ്പൂതിരി സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല. നേരെ മറിച്ച് അവർ നായർ കുടുംബങ്ങളിലും മറ്റും അവർക്ക് സംബന്ധമാവാം. അത് അംഗീകൃത വിവാഹമല്ല കേട്ടോ. സംബന്ധം എന്ന് പറയുമ്പം അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് സ്വത്തിലവകാശമൊന്നുമില്ല. അവർക്കാണ് ഈ ഇളയ ആൾക്കാരെ അവർ അപ്പന്മാർ എന്നാ പറയുക. അപ്പന്മാർ. മൂത്തയാൾക്ക് മാത്രം വിവാഹം, അപ്പന്മാർക്ക് വിവാഹമില്ല നമ്പൂരിമാരുടെ ഇടയിൽ. അപ്പം നമ്പൂരി സമുദായത്തിനകത്ത് ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കാതെ നിന്നുപോയി എന്നോർക്കണം. ഒരുപാട് പേർ വിവാഹിതരായില്ല. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മൂത്തയാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാനുള്ള അനുവാദമുള്ളൂ. ബാക്കിയുള്ളവരോ അവർ നായർ കുടുംബങ്ങളിൽ സംബന്ധം കഴിക്കുകയാണ് ചെയ്യുന്നത്. ആ സംബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഒന്നും അവകാശവും സ്വത്തിലുണ്ടാവില്ല. സ്വത്ത് മുഴുവൻ കേന്ദ്രീകരിച്ച് നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വിദ്യയാണിത് നമ്പൂതിരിമാർ. പക്ഷെ അതുവഴി സംഭവിച്ചത് നമ്പൂതിരിമാരുടെ ഇടയിലുള്ള സ്ത്രീകൾ ഭൂരിപക്ഷം പേരും വിവാഹിതരായില്ല, വിവാഹിതരാവാതെ മരിച്ചു പോവുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇപ്പം ഈ ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ട് അവരുടെ ഭർത്താവ് മരിച്ചു പോയാൽ അവർക്ക് പിന്നീട് വിവാഹം കഴിക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല നമ്പൂരി സമുദായത്തിനകത്ത്. അപ്പോൾ അവരെ വിളിച്ചിരുന്നത് തന്നെ അന്തർജനം എന്നാണ്. വീട്ടിനകത്തുള്ള ജനം, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു ജനം, അടുക്കളയും ആ പരിസരവും മാത്രം കണ്ടു ജീവിച്ചവർ ഇവരാണ്. ഇത്ര അസ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച ഒരു സമൂഹം ഉണ്ടായത്. അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ മറക്കുട ചൂടിയാണ്, അമ്പലത്തിൽ പോകാൻ, ലോകത്തെ കാണാതിരിക്കാൻ, ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലോ ഇല്ലാതെ ജീവിച്ച ഒരു ജനതയായിരുന്നു അവർ. കണ്ണീരും കിനാവും എന്നൊരു പുസ്തകമുണ്ട്, നമുക്കതിലേക്ക് വരാം. വീട്ടി ഭട്ടതിരിപ്പാട് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം നമ്പൂരി സമുദായത്തിൽ ജനിച്ചയാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കണ്ണീരും കിനാവും. നമ്പൂരി സമുദായത്തിൽ ജനിക്കുക മാത്രമല്ല, നമ്പൂരി സമുദായത്തിൽ ഇത്തിരി മുമ്പേ പറഞ്ഞ ഈ അനാചാരങ്ങളോട് സമരം ചെയ്തയാളാണ് അദ്ദേഹം. കണ്ണീരും കിനാവും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു സന്ദർഭം പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഈ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഈ വളക്കച്ചവടക്കാർ വരുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഇവരുമായിട്ട് വള മേടിക്കാൻ വേണ്ടി മാത്രം ഈ അന്തർജനങ്ങൾ വന്ന് നിന്നിട്ട് വള മേടിക്കും. അപ്പോൾ അവർ തർക്കിക്കുന്നത് വെറുതെ ആയിരുന്നു, ഒരു കാര്യമില്ലാതെ തർക്കിക്കും. പണത്തിന്, വളയുടെ പണത്തിന് തർക്കിക്കും. അപ്പം വീട്ടി ഭട്ടതിരിപ്പാട് ആലോചിക്കുമ്പോൾ അവർ മനസ്സിലാവുകയാണ്, അവർക്ക് ലോകത്ത് ആരോടും സംസാരിക്കാനൊരു സ്ഥലമില്ല. സംസാരിക്കാൻ കിട്ടിയൊരു സ്ഥലത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നവരിവിടെ. അതിനുവേണ്ടി അവർ തർക്കിക്കുന്നത്. ഇതിനെപ്പറ്റി ഓർത്ത് കരയുന്നുണ്ട് വീട്ടി. ആ കരച്ചിൽ നിന്നുണ്ടായ കിനാവാണ് പിന്നീട് വീട്ടിയെ കൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ വരുന്ന. അങ്ങനെയാണ് വീട്ടിയുടെ വളരെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇത് ഈ നമ്പൂരി സമുദായത്തിലെ സ്ത്രീയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ നാടകമാണ്. അവരടുക്കളയിൽ മാത്രം കുടുങ്ങിപ്പോയി. വീടാങ്കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ എന്നുള്ളൂർ പറയുന്നില്ലേ, വീടാങ്കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ. പുതിയ കവിതയിൽ സാവിത്രി രാജീവൻ അടുക്കളയിലെ തേഞ്ഞു തീർന്ന ഒരു വീട്ടുപകരണം മാത്രമായി സ്ത്രീ മാറുന്നു എന്ന് പറയും. ഇങ്ങനെ ഈ സ്ത്രീയെ അടുക്കളയിൽ നിന്ന് വിമോചിപ്പിച്ച് അരങ്ങിലേക്ക് കൊണ്ടുവരുന്നു, ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സങ്കല്പം. യോഗക്ഷേമ സഭ എന്ന പ്രസ്ഥാനം നമ്പൂരിമാരുടെ ഇടയിൽ ഈ നമ്പൂരി സ്ത്രീകളെയും നമ്പൂരി സമുദായത്തെയും പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുണ്ടായ പ്രസ്ഥാനം. അതിൻ്റെ നേതൃത്വത്തിൽ ഈ വീട്ടി ഭട്ടതിരിപ്പാട്. മറ്റൊരാളുടെ പേര് MR ഭട്ടതിരിപ്പാട്, MRB. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പേര് നോക്കണം നിങ്ങൾ, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നാണ്. ഇതൊരു നരകമാണ് അവരനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇത്തരം ഒരു മാറ്റം നമ്പൂരി സമുദായത്തിൽ പൊതുസമൂഹത്തിലേക്ക് സ്ത്രീകൾ സഞ്ചരിച്ചു വരുന്നു. ഈ അടുക്കളയ്ക്കുള്ളിൽ നിന്ന്, ഈ അന്തർജനം എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവർ കുതറി മാറുന്നു.
ഈ മാറ്റത്തിൻ്റെ കാറ്റ് യോഗക്ഷേമ സഭയും എന്ന പ്രസ്ഥാനവും 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയ EMS നമ്പൂതിരിപ്പാടൊക്കെ ആരംഭിച്ചത് ഈ യോഗക്ഷേമ സഭയിൽ നിന്നുമായിരുന്നു. നമുക്ക് അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്നുള്ള നാടകം കണ്ടതിന് ശേഷം ഒരു അമ്മുമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു. ഒരു അമ്മുമ്മയെ ഒരു ഡോക്യുമെൻ്ററിയിൽ കാണിച്ച രംഗമാണ്. അമ്മുമ്മയോട് ചോദിച്ചു എന്ത് തോന്നി? അപ്പോൾ അമ്മുമ്മ പറഞ്ഞു, ഞാൻ മറക്കുടയൊക്കെ പിടിച്ചാണ് ഈ നാടകം കാണാൻ പോയത്. നാടകം കണ്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ മറക്കുട അങ്ങ് ദൂരേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യമില്ലായ്മയെ ഞാൻ ദൂരേക്കെറിഞ്ഞു, ഞാൻ സ്വതന്ത്രയായി എന്നാണ് ആ അമ്മുമ്മ പ്രഖ്യാപിച്ചത്. ഈ മാറ്റത്തിൻ്റെ കാറ്റുണ്ടല്ലോ, ആ കാറ്റേറ്റയാളാണ് ലളിതാംബിക അന്തർജനം. അവരുടെ എഴുത്തിൽ, അവരുടെ രചനകളിൽ, സർവോപരി അഗ്നിസാക്ഷിയിൽ അത് നമുക്ക് കാണാം. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമരകാലം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അതിൻ്റെ അലയൊലികളും നമുക്ക് ഈ രണ്ട് സ്വാധീനങ്ങളും ഈ നോവലിൽ നമുക്ക് കാണുവാനാവും. 18 അധ്യായങ്ങളായിട്ടാണിത് തിരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ശരിക്കും സാക്ഷി വായിച്ചു നോക്കണം. ഒരു ഏകദേശ രൂപം പറയാം, പൂർണ്ണമായും പറയുന്നില്ല ഇവിടെ, അത് നിങ്ങളുടെ വായനയ്ക്കായി വിടുന്നു. അപ്പം മാനമ്പിള്ളി എന്ന് പറഞ്ഞൊരു ഇല്ലം, നമ്പൂതിരിമാരുടെ വീടിന് ഇല്ലം എന്നാണ് പറയുക. അവിടെ ദേവകി എന്നൊരു പെണ്ണിനെ ആ ഇല്ലത്തുള്ള ഉണ്ണി എന്ന നമ്പൂതിരി ദേവകിയെ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നു. ഈ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ്റെ അനുജന്മാരുണ്ട്. നേരത്തെ പറഞ്ഞില്ല, അച്ഛന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ്റെ അനുജന്മാർ നായർ സംബന്ധമായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ ഒരു അനുജൻ്റെ മകള് തങ്കം നായർ, അവർ ഈ നോവലിൽ കടന്നു വരുന്നതാണ്. തങ്കം നായർ ഉണ്ണി നമ്പൂതിരിയുടെ പെങ്ങളാണ് ഒരർത്ഥത്തിൽ, അച്ഛൻ്റെ അനുജൻ്റെ മകളാണ്. പക്ഷേ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, കാരണം അവർ വീട്ടിലൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. തങ്കം നായർ ഒരു വീട്ടിലാണ് അവർ താമസമൊക്കെ. തങ്കം നായർ സംബന്ധത്തിലുണ്ടായ കുട്ടിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, മൂത്തയാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ, ഉണ്ണിയുടെ അച്ഛൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് സംബന്ധമാണ്. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറയുന്ന ആൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവകി എന്ന് പറയുന്ന പെണ്ണിനെ. അപ്പോൾ വന്ന് കഴിയുമ്പോഴേക്ക് അവൾ പിന്നീട് ദേവകി മാനമ്പിള്ളി എന്ന് പറയുന്ന തറവാട്ടിലേക്ക് ഇല്ലത്തിലേക്ക് അവർ വരുന്നു. പക്ഷേ ഈ ദേവകിക്കൊരു പ്രത്യേകതയുള്ളത്, ഈ മാനമ്പിള്ളി എന്ന് പറയുന്ന ഈ ഉണ്ണിയുടെ വീട് ഇല്ലം അറുപഴഞ്ചനായ കാഴ്ചപ്പാടുകളുള്ളൊരു സ്ഥലമാണ്. അറുപഴഞ്ചനാണ്. പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ മൂല്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. സാധാരണ ഒരു നമ്പൂതിരി വീട് പോലെ. പക്ഷേ ഈ ദേവകിയുടെ സ്വന്തം വീടെന്ന് പറയുന്നത്, ദേവകിയുടെ സഹോദരനാകട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നയാളാണ്, സ്വാതന്ത്ര്യ ബോധമുള്ളയാൾ. അങ്ങനൊരു വീട്ടിൽ നിന്നാണ് ദേവകിയെ ഇങ്ങോട്ടേക്ക് വരുന്നത്. സ്വാഭാവികമായും ദേവകിക്ക് ഈ മാനമ്പിള്ളി എന്ന് പറയുന്ന ഇല്ലം മടുക്കുന്നു. പക്ഷെ അവിടെ അവർ ഈ ദേവകിയും ഈ തങ്കം നായർ എന്ന് പറയുന്ന ഈ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ്റെ അനുജൻ്റെ മകളുണ്ടല്ലോ, അവർ തമ്മിലൊരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. തങ്കം നായരുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദേവകി കൂടുതൽ നാൾ അവിടെ നിൽക്കുന്നില്ല, അവരവിടെ വിട്ടുപോവുകയാണ്. അവർ നേരെ പിന്നീട് അവിടെ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഗാന്ധിയുടെ അരികിലേക്ക് ചെല്ലുന്നു ദേവകി, ഗാന്ധിയുടെ ആശ്രമത്തിൽ പോകുന്നു. അങ്ങനെ ദേവി ബഹൻ എന്നവർ പേര് മാറ്റുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം അവർ എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിനിയായി മാറുന്നു. സുമിത്രാനന്ദ സരസ്വതി എന്നുള്ള സന്യാസിനിയായി അവർ മാറുകയാണ്. ഈ തങ്കം നായർക്ക് ഈ ദേവകിയോട് ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ. ദേവകി പക്ഷേ അവിടുന്ന് പിരിഞ്ഞു പോകുന്നു. തങ്കം നായർക്ക് തേതിയേടത്തി എന്നാണ് തങ്കം നായർ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. തങ്കം നായരാകട്ടെ ഇതേ സന്ദർഭത്തിൽ തന്നെ അവരെ ഉത്തരേന്ത്യയിലേക്ക് വിവാഹം കഴിച്ചു വിടുന്നു. അങ്ങനെ അവർ കണ്ടുമുട്ടുന്നില്ല, അവർ പിരിഞ്ഞു പോവുകയാണ് രണ്ടുപേരും. വീണ്ടും അവർ കണ്ടുമുട്ടുന്ന രംഗമാണ് 12-ാം അധ്യായമായ ലാത്തിയും
വെടിയുണ്ടയും. ലത്തിയും വെടിയുണ്ടയും എന്ന് പറയുന്ന ഈ അധ്യായം പഠിക്കാനുള്ള അധ്യായത്തിൽ അവർ ഈ രണ്ടുപേരും ദേവീ ബഹനും ഈ ദേവകിയും തങ്കം നായരും ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇതിൻ്റെ കഥാരൂപം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. നേരിയ രീതിയിൽ എന്ന് പറയാം. അതായത് നമ്മുടെ വിഷ്ണു ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ഗരുഡന് ഭീമാകാരനായൊരു പക്ഷി എന്നാണ് ആ സങ്കല്പം നമ്മുടെ പുരാണങ്ങളിൽ. ഗരുഡപുരാണം എന്നൊരു പുരാണം തന്നെയുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഗരുഡൻ മുകളിലേക്ക് പറന്നു പോകും. അതെത്ര മുകളിൽ എത്തിയോ അത്രയ്ക്ക് വ്യക്തമായിട്ട് അതിന് താഴേക്ക് കാഴ്ചകൾ കിട്ടും എന്നാ പറയാം. ഇത്രയും മുകളിലെത്തിയോ കാഴ്ച കിട്ടുന്ന അങ്ങനെയെന്നാ പറയാം. ഗരുഡൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. ഗരുഡൻ എത്രയും മുകളിൽ പോയോ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കൃത്യമായി കാഴ്ചകൾ കിട്ടുന്ന ഓർമ്മ ഇതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലളിതാംബിക അന്തർജനം ഈ 12-ാം അധ്യായം ആരംഭിക്കുന്നത്. ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരിക്കും നമ്മൾ കാലം ചെല്ലും തോറുമാണ് ഓർമ്മയ്ക്ക് തെളിച്ചം കിട്ടുക. ഓർമ്മയുടെ തെളിമ എന്ന് പറയുന്നത് കാലം ചെല്ലും തോറും നല്ല പ്രായമായി കഴിഞ്ഞാണ് അതുണ്ടാവുന്നത് എന്നാണ്. തങ്കം നായർക്ക് പ്രായം ചെന്നിരിക്കുന്നു. പഴയ കുട്ടി തങ്കം നായരല്ല. തങ്കം നായരുടെ ഓർമ്മകളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അവർ 1942 കാലം ഓർക്കുകയാണ്. 1942 പ്രത്യേകത എന്താ? 42 പ്രത്യേകത ഗാന്ധിജി ഒറ്റ വാക്ക്, ഒറ്റ വാക്കല്ല, ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ കാലമാണത്. നാടാകെ ഇളകിമറിഞ്ഞ കാലം. സമരമുഖങ്ങൾ, ഒരുപാട് സമരമുഖങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലമാണ്, സന്ദർഭമാണ്. പട്ടാളം മറുഭാഗത്ത് അടിച്ചമർത്താൻ. മഹാനഗരത്തിൻ്റെ ഫ്ലാറ്റിൽ ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന തങ്കം നായർ, അവരെവിടെ വിവാഹം കഴിച്ചു വിട്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ തങ്കം നായർ വലിയ ഫ്ലാറ്റിൻ്റെ മുകളിലിരുന്ന് പല കാഴ്ചകളും കാണുകയാണ്. കാരണം ക്വിറ്റ് ഇന്ത്യ പറഞ്ഞപ്പോൾ 4 പേര് ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് പട്ടാളം പറഞ്ഞിട്ടുണ്ട്. ആരും ഒരുമിച്ച് കൂടാൻ പാടില്ല. അപ്പോഴാണ് ഒരു പ്രഭാതത്തിൽ തങ്കം നായർ താഴേക്ക് നോക്കുന്നു. നിശ്ചലമായി കിടക്കുന്നു. തെരുവ് നിശ്ചലം. ഉത്തരേന്ത്യൻ തെരുവ് അനങ്ങിക്കൂടാ എന്ന കൽപ്പന പട്ടാളത്തിൻ്റെ. ലളിതാംബിക പറയുന്നത് ഒരു പെരുമ്പാമ്പിനെ പോലെ തെരുവ് കിടക്കുന്നു. എങ്ങനെയാണ്? ആക്റ്റീവായ പെരുമ്പാമ്പല്ല, വായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിച്ച് വരിഞ്ഞ് കെട്ടിയിട്ടിട്ടുള്ള ഒരു പെരുമ്പാമ്പിനെ പോലെ. എപ്പോഴും അത് ഇളയാം, പക്ഷേ ഇളയാൻ പറ്റാത്ത, എല്ലാം കെട്ടിയിട്ട് കളഞ്ഞ, വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് വരിഞ്ഞ് കെട്ടിയിടുക. ഒരു ജനതയെ വരിഞ്ഞ് കെട്ടിയിട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ബിംബമാണ്, ആ നിശ്ചലതയുടെ ബിംബമാണ് ഇവിടെ വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ തെരുവ് കിടക്കുന്നു ഉത്തരേന്ത്യയുടെ. അപ്പോഴാണ് ആ പ്രധാന വഴിക്ക് ഇപ്പുറത്ത് ഇവർ നോക്കിയിരിക്കുമ്പം ഒരു വലിയ ക്ലോക്ക് ടവർ, അതിലേക്ക് തിരിയുന്നൊരു വഴിയുണ്ട്. അങ്ങനെ നോക്കാം. അതിലേക്ക് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട്, ക്വിറ്റ് ഇന്ത്യ എന്ന് വിളിച്ചുകൊണ്ട് 16 വയസ്സിൽ താഴെയുള്ള കുറേ കുട്ടികൾ വരുന്നു. അതാണ് ഇവർ കാണുന്നതാണ് തങ്കം നായർ. വീരവാനര സേന. അതാണ് അവർക്കറിയാതെ. കാരണം അവരുടെ 2 മക്കളുണ്ടായിരുന്നു, അപ്പുവും മധുവും. അവർ വളരെ ബോധപൂർവം അപ്പുവിനെയും മധുവിനെയും അവിടുന്ന് കേരളത്തിലേക്ക് അയച്ചു. കാരണം അവരിതിൽ ചേരാതിരിക്കാൻ ഭയന്നിട്ടേ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ സ്വന്തം മക്കളെ അപ്പുവിനെയും മധുവിനെയും നാട്ടിലേക്ക് അയച്ചിട്ട് വളരെ സുരക്ഷിതയായിട്ടിരിക്കുകയാണ് തങ്കം നായർ. അങ്ങനെ സ്ത്രീയാണ് അവർ. നോക്കിയപ്പോൾ കാണുന്ന ഇതാണ്. 16 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ജാഥയായി വരുന്നു. ക്വിറ്റ് ഇന്ത്യ, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട്. അതിൻ്റെ തൊട്ടു പുറകെ കുറേ സ്ത്രീകൾ വരുന്നു. നാരീ സേവാ സമിതി. ആദ്യത്തത് വീരവാനര സേനയാണ് വന്നതെങ്കിൽ രണ്ടാമത് നാരീ സേവാ സമിതി വരുന്നു. അതിനും പിന്നാലെ യുവാക്കൾ, ചെറുപ്പക്കാർ വരുന്നു. മുദ്രാവാക്യം വിളികളുടെ ഒരു പെരുമ. ഒരിടത്ത് മുദ്രാവാക്യം വിളികളാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പട്ടാള വണ്ടികളുടെ ഇരമ്പല്.
ആരവവും ഇരമ്പലും. ആരവം മുദ്രാവാക്യത്തിൻ്റെ, ഇരമ്പൽ അതിനെ അടിച്ചമർത്താനുള്ള പട്ടാളത്തിൻ്റെ. ഈ ക്ലോക്ക് ടവർ പറഞ്ഞല്ലോ, ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ കൊടിയുമായി 12 വയസ്സ് പ്രായം തോന്നിക്കുന്നൊരു കുട്ടി ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. അവനോട് താഴെ ഇറങ്ങാൻ പട്ടാളം ആജ്ഞാപിക്കുന്നു. എന്നാൽ എഴുത്തുകാരി പറയുന്നത് ആ ക്ലോക്ക് ടവറിൻ്റെ മുകൾ ഭാഗം നോക്കിയപ്പം ചോരമയമായി തോന്നിയെന്നാണ്. കാരണം ചെങ്കതിരിങ്ങനെ പടർന്നു കിടക്കുന്നു, പ്രഭാതത്തിൻ്റെ ചെങ്കതിർ, ചോരമയം. ആ കുട്ടി മുകളിലേക്ക് കയറുകയാണ്. അരുതുമകനെ എന്ന് പറയാൻ നമ്മുടെ തങ്കം നായർക്കും തോന്നി, പക്ഷെ അവരത് പറഞ്ഞില്ല. അവൻ കയറി, അവൻ ഏറ്റവും മുകളിലേക്ക് കയറി, അഭിമന്യുവിനെ പോലെ കയറി. ഇതാണ് ഇങ്ങനെ പറയുന്നത്. അഭിമന്യു, പുരാണത്തിലെ അഭിമന്യു കൗരവർക്കെതിരെ പോരാടാൻ വന്നപ്പോൾ പത്മവ്യൂഹത്തിൽ കുരുക്കി അഭിമന്യുവിനെ തകർത്ത് കളഞ്ഞു. ആ പത്മവ്യൂഹം പോലെ തോന്നുന്നു ഇപ്പോൾ ക്ലോക്ക് ടവർ. അഭിമന്യുവിൻ്റെ ധീരത അവനുണ്ട്. കുരുക്കിക്കളഞ്ഞു തോക്ക്. വെള്ളിൽപ്പക്ഷി പോലെ അവൻ താഴെ വീഴുന്നു. തോക്കിൽ നിന്നുള്ള വെടിയുണ്ട പട്ടാളം അവനെ വെടിവെച്ച് താഴേക്ക് വീഴ്ത്തുന്നു. അഭിമന്യുവിനെ പോലെ ധീരനായ കുട്ടി താഴെ വീഴുമ്പോൾ പട്ടാളം ലാത്തിച്ചാർജ് തുടങ്ങുന്നു. വല്ലാത്ത അവസ്ഥ. ആളുകൾ ആ കുഞ്ഞ് താഴെ വീണതിന് ശേഷം വലിയ ബഹളവും ആരവവുമായി വിപ്ലവ സ്വഭാവമുള്ള ആളുകൾ വലിയ ലാത്തിച്ചാർജും വെടിവയ്പ്പും. ഇതിനിടയിൽ എല്ലാ ആൾക്കൂട്ടത്തെയും ചിതറി മാറ്റിക്കൊണ്ട് ഈ നാരീ സേവാ സമിതിയിലെ വന്നൊരു യുവതി ഓടി വന്ന് ഈ ജീവൻ പോയിട്ടില്ലാത്ത ആ കുഞ്ഞിൻ്റെ ശരീരമെടുത്ത് മാറോടണച്ച് ചുംബിക്കുകയാണ്. ഈ സ്ത്രീയുടെ വെള്ളസാരി ചുമക്കുന്നു ചോര കൊണ്ട്. ഒരേ സമയം അവർ കരയുന്നുണ്ട്, ഒപ്പം തന്നെ ചിരിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഭാരതമാതാവാണവർ എന്ന് തോന്നുന്നു. ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യാൻ കഴിയുന്ന ഭാരതമാതാവിനെ പോലെ തോന്നി എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ശരിക്കും അവർക്ക് ഈ കുട്ടിയുടെ മരണത്തിൽ കരച്ചിലുമുണ്ട്, കുട്ടിയുടെ ധീരതയിൽ ചിരിയുമുണ്ട്. പട്ടാളത്തിൻ്റെ ലാത്തിയടിയേറ്റ് ഈ സ്ത്രീ, പക്ഷേ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടില്ല. കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു, മരിച്ച കുഞ്ഞിനെ. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് നിന്ന തങ്കം നായർക്ക് തോന്നുന്നു താൻ എത്ര ദുർബല, താൻ എത്ര ഹീന. ഈ ഒരു വിചാരം. തങ്കം നായർ സ്വന്തം കുട്ടികളെ നാട്ടിലേക്ക് അയച്ച ആളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ. പക്ഷെ അവരുടെ ഉള്ളിൽ വലിയൊരു പശ്ചാത്താപം കടന്ന് മറിയുന്നുണ്ട്. അതാണ്, പശ്ചാത്താപത്തിൻ്റെ ഒരു കടലുണ്ട് അവരുടെ ഉള്ളിലെ, കുറ്റബോധമുണ്ട് അവർക്ക്. അത് താനെത്ര ദുർബലയാണ്, താനെത്ര ഹീനയാണ്. സുഖം, തൻ്റെ ഈ ജീവിതത്തിൽ കിട്ടിയ ഈ സുഖമുണ്ടല്ലോ, അത് തനിക്കൊരു മാരകമായ ലഹരിയാണ് എന്നവർക്ക് തോന്നുകയാണ്. ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനോട് ചോദിക്കേണ്ടവർ ഈ സ്ത്രീക്ക് എന്തു പറ്റി. പക്ഷേ അക്ഷരം അയാൾ മിണ്ടുന്നില്ല, കൃത്യമായൊരു ഉത്തരം അയാൾ കൊടുക്കുന്നില്ല. സ്ത്രീ ഭർത്താവ് കാരണം കൂടിയാണ് ഇവള് തങ്കം നായർ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയോ അതിൻ്റെ ഒന്നും മുഹൂർത്തങ്ങളിലേക്ക് കടന്നു വരാത്തത്, അതിൻ്റെ സന്ദർഭങ്ങളിലേക്ക് കടന്നു വരാത്തത്. ഭർത്താവിൻ്റെ സ്നേഹിതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് പിന്നീട് അവൾ അറിയുന്നു ഈ വന്ന ഈ സ്ത്രീ ആരെന്ന്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിക്കും അവർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവർ മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ ഉള്ളവരാണ്. ദേവി ബഹൻ എന്നാണ് അവരുടെ പേര്. പെട്ടെന്ന് തങ്കം നായരുടെ ശ്രദ്ധ പഴയ കാലത്തിലേക്ക് പോകുന്നു. എന്നു മാത്രമല്ല അവരുടെ സ്വദേശം കേരളമാണെന്നും ഈ പോലീസ് ഓഫീസർ പറയുമ്പോൾ തങ്കം നായർക്ക് മനസ്സിലാകുന്നു ഈ ദേവി ബഹൻ തൻ്റെ തേതിയേടത്തിയാണ്, തൻ്റെ ദേവകീ മാനമ്പള്ളിയാണ്. പിന്നീടുള്ള അന്വേഷണത്തിൽ തങ്കം നായർ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം മന്ത്രിയായില്ല അവർ. മഹാത്മാഗാന്ധിയുടെ കൂടെ സമുദായ ലഹളകൾക്കിടയിൽ അവരുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഒരു ആശ്രമത്തിൽ ഈ ഗ്രാമീണ വനിതകളുടെ
പുനരുദ്ധാരണ ശ്രമങ്ങൾക്കിടയിൽ അവരുണ്ടായിരുന്നു. ഇതെല്ലാം തങ്കം നായർ അറിയുന്നു. ഇന്ന് ദേവീബഹൻ സുമിത്രാനന്ദ സരസ്വതി എന്ന സന്യാസിനിയായി മാറിയതും അറിയുന്നുണ്ട്. ഈ അധ്യായം 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുന്നു. അവർ ചോദിക്കുന്നു, ദേവകി മാനമ്പിള്ളിക്ക് തങ്കം നായരിൽ നിന്നും മോചനമില്ല എന്നാണ്. ഒരു കാലഘട്ടത്തിൻ്റെ 2 മുഖങ്ങൾ. ഞങ്ങൾ 2 പേരും 2 തരം മുഖങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ കഥാരൂപം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ നോവൽ ഭാഗത്തിൻ്റെ ഉള്ളറിവെന്ത് എന്ന് അതുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ വേഗം. അതായത് നമ്മളിപ്പോൾ കണ്ടൊരു കാര്യം, ഈ ആകാശത്തിൽ നിന്നാണല്ലോ ഈ 12-ാം അധ്യായം ആരംഭിച്ചത്. അതായത് ആകാശത്തിൽ ഇങ്ങനെ എത്രയും ഉയരേക്ക് പോകും തോറും അല്ലേ കാഴ്ച കൂടുതൽ കിട്ടും എന്ന് ആ രീതിയിൽ ഓർമ്മയും തെളിയും അകലേക്ക് പോകും തോറും. അതുകൊണ്ടാണ് ഒരുപാട് പ്രായമായ തങ്കം നായർക്കാണ് അതാണ് തങ്കം നായർ എന്ന കഥാപാത്രം. അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുമായിട്ട് പിരിഞ്ഞു, ദേവകി മാനമ്പിള്ളിയായിട്ട്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഓർത്തെടുക്കുകയാണ്, പഴയ കാലത്തെ അവർ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ നഗരത്തിലെ ഉയർന്ന ഫ്ലാറ്റിലിരുന്ന് അവർ കണ്ട സമരക്കാഴ്ചകൾ അവർ ഓർത്തെടുക്കുന്നു. അങ്ങനെയാണ് ഈ കഥാഭാഗത്തിൻ്റെ ആവിഷ്കാരം ഉള്ളത്. നമുക്കറിയാം, ദേശീയ സ്വാതന്ത്ര്യ സമര സന്ദർഭമാണ് പശ്ചാത്തലം. കാരണം എഴുത്തുകാരിയെ, നേരത്തെ നമ്മൾ പറഞ്ഞത്, എഴുത്തുകാരിയെ ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എഴുത്തുകാരി. അതുമാത്രമല്ല, അവർ കൊല്ലത്ത് ഗാന്ധി വന്നപ്പോൾ നേരിട്ട് പോയി കണ്ട് നമസ്കരിച്ച കഥ തൻ്റെ ആത്മകഥയിൽ ലളിതാംബിക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വാധീനമുണ്ട്. ഒപ്പം അവരെ സ്വാധീനിച്ച മറ്റൊരു കാര്യം, അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് പോലുള്ള നമ്പൂതിരി സ്ത്രീയുടെ മാറ്റത്തിൻ്റെ കാറ്റും ലളിതാംബിക ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഈ ദേവീബഹനെ പോലൊരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നത്. എല്ലാ അധികാര രൂപങ്ങളെയും വെല്ലുവിളിക്കുന്ന കഥാപാത്രമാണത്. നമ്പൂതിരി ഇല്ലത്തിൻ്റെ ആ ഇട്ടാവട്ടത്തിൽ നിന്ന് അവർ പുറത്തു കടക്കുന്നു എന്ന് മാത്രമല്ല, അവർ സ്വാതന്ത്ര്യ സമരം പോലുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലുള്ള മഹാപ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇങ്ങനൊരു നായിക, അല്ലാതെ എല്ലാ അധികാരത്തെയും ധിക്കരിക്കുന്ന ഒരു നായികയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇത്തരം ചില മൂല്യബോധങ്ങൾ ഗാന്ധിയെപ്പറ്റിയും ഒപ്പം തന്നെ VT ഭട്ടതിരിപ്പാടിനെ പറ്റിയൊക്കെയുള്ള അവരുടെ ആ ഒരു ധാരണകൾ, അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സ്വാധീനിച്ചിട്ടുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ആർക്ക് കഴിഞ്ഞത്? ലളിതാംബികയ്ക്ക് കഴിഞ്ഞത്. ഏതായാലും ഈ തങ്കത്തിൻ്റെ തേതിയേടത്തി ഇല്ലത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന ആളാണോ? അല്ല. ഇല്ലത്തിൻ്റെ ചുറ്റുവട്ടം, ആ ചുറ്റുവട്ടത്തെ ഭേദിച്ച് ഒരു സാമൂഹിക പ്രവർത്തകയായി മാറി. പിന്നീട് അവർ ഗാന്ധിയുടെ ആശ്രമത്തിൽ ചേർന്നു, ദേവീബഹൻ ആയി. പിന്നീട് അവർ സന്യാസിനിയായി, സുമിത്രാനന്ദയായി, അല്ലേ? എന്തായാലും ഈ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്ത് സമരത്തെ എതിർത്ത പട്ടാളക്കാർ അവരോട് ഒരു കുട്ടി ചെറുത്തുനിന്ന സന്ദർഭം വികാരനിർഭരമായൊരു രംഗമാണിത്. ഇതാണ് നമുക്ക് കാട്ടിത്തരുന്നത് ഈ 12-ാം അധ്യായത്തിൽ. ഉയരങ്ങളിൽ കയറി ഭാരതത്തിൻ്റെ കൊടി നാട്ടിയ കുട്ടി വെടിയുണ്ടയ്ക്ക് ഇരയാകുന്നു, അല്ലേ? ആ ധീര രക്തസാക്ഷിയായ കുട്ടിയെ സ്വന്തം കയ്യിൽ കോരിയെടുക്കുന്ന ദേവീബഹന് ലാത്തിയടിയേൽക്കുന്നു. ഇതെല്ലാം ആര് കണ്ടു നിൽക്കുന്നു? തങ്കം നായർ കണ്ടു നിൽക്കുന്നുണ്ട്. താനും ദേവീബഹനും 2 തരം വ്യക്തികളാണ്, 2 മുഖങ്ങളാണ് എന്ന് തങ്കം നായർക്കറിയാം, അല്ലേ? സമൂഹം മാറണം എന്നാഗ്രഹം, അങ്ങനെ സേവനം ചെയ്യുന്ന ത്യാഗിയാണ് ആര്? ദേവീബഹൻ. സമൂഹം മാറണം, ഇങ്ങനെ നിന്നാൽ പോരാ, സ്വാതന്ത്ര്യം ഇല്ലാതാവണം, നാം സ്വതന്ത്രരാവണം എന്ന ആഗ്രഹത്തോടെ സേവനം ചെയ്യുന്ന ത്യാഗി, അതാണ് ദേവീബഹൻ. തങ്കം നായരോ ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുന്ന, സ്വന്തം വ്യക്തിജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളതാണ്. അവരുടെ ഭർത്താവ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തേക്ക് എതിർക്കുന്നയാളാണ്.
അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തങ്കം നായർ സ്വന്തം കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സമരത്തിൽ നിന്നും അകറ്റി നിർത്തി ഒരാളാണ്. വെറുമൊരു വീട്ടമ്മയായി ചുരുങ്ങിപ്പോകുന്ന, വെറുമൊരു വീട്ടമ്മ മാത്രമായി മാറിപ്പോയ അല്ലേ. നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ തങ്കം നായർ ഇതിനകത്ത്, തങ്കം നായർക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തോടും ഒക്കെ വൈകാരികമായൊരു അടുപ്പവും താല്പര്യവും ഒക്കെ ഉണ്ട് എന്നൊക്കെ കാണാനും കഴിയും. അപ്പോഴും ഭർത്താവിൻ്റെ അഥവാ ആണധികാരത്തിൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയി അവർ. അതാണ് ഭർത്താവ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിനെതിരാണ്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണ്. മറ്റവരോ ദേവകിയോ ദേവീബഹനോ അവർ ഭർത്താവിൻ്റെ ഇല്ലത്തിൻ്റെ ചുറ്റുവട്ടത്തെ ഭേദിച്ച് പുറത്തേക്ക് വന്നു. ഇതാണ് വ്യത്യാസങ്ങൾ. സ്വന്തം സുഖം അത് തങ്കം നായർ പ്രധാനമായി കണ്ടു. പക്ഷേ സഹജീവികളോടുള്ള സ്നേഹം അത് പ്രധാനമായി കണ്ടു ആര്? ദേവീബഹൻ. ഇതാ വ്യത്യാസം. ഒരാൾ സ്വന്തം സുഖം, മറ്റേയാൾ സഹജീവികളോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് അവർ ഗാന്ധിയുടെ അനുയായിയായത്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, സാമൂഹ്യ സേവനത്തിലേക്ക് അവർ പോയതിൻ്റെ കാരണം അതാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നിരവധി പീഡനങ്ങൾക്ക് അവർ വിധേയരായി. അവർ അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ ഒരു മഹാദൃശ്യം നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ കാണുന്നു. ഈ കുഞ്ഞിനെ എടുത്ത് അവരെ ലാത്തിക്കൊണ്ട് അടിച്ച് തകർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തങ്കം നായർ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ ദേവീബഹൻ നാട്ടിലേക്ക് സംക്രമിക്കുന്നു. ഇതാണ് ഒരാൾ പ്രായോഗിക ജീവിതത്തിൻ്റെ അടിമ, മറ്റേയാൾ ആദർശ ജീവിതത്തിൻ്റെ പെരുമ. ഇതാണ്. ആരാണ് പ്രായോഗിക ജീവിതത്തിൻ്റെ അടിമ? തങ്കം നായർ. ആദർശ ജീവിതത്തിൻ്റെ പെരുമ ദേവീബഹൻ. അല്ലേ? നമ്മൾ ഇവിടെ ഇന്നത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിനകത്തൊരു അഭിമന്യു പരാമർശം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഗംഭീരമായൊരു പ്രയോഗമാണ് അഭിമന്യു പ്രയോഗം. അതായത് ഈ ക്ലോക്ക് ടവറിന് മുകളിലേക്ക് കയറിപ്പോകുന്ന ആ കുഞ്ഞ്, 12 വയസ്സുകാരൻ കുട്ടി, മഹാഭാരത കഥയിലെ അഭിമന്യുവിനെ പോലെയായിരിക്കുന്നു. ഇത്ര ഉചിതമാണ്. കൗരവരെ ഈ 4 പാടും ചിതറിത്തെറിപ്പിച്ചവനാണ്. അങ്ങനെ യുദ്ധം ചെയ്തയാളാണ് അർജുനൻ്റെ മകൻ അഭിമന്യു. ആ ശക്തി, അഭിമന്യുവിൻ്റെ ശക്തി, ധീരത, ഒരു കെണി വെച്ചാണ് അഭിമന്യുവിനെ തകർത്തത്. പത്മവ്യൂഹമെന്ന കെണി പുരാണം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. പത്മവ്യൂഹം എന്നുള്ള കെണി ഇതിഹാസത്തിൽ പുരാണമല്ല, ഇതിഹാസത്തിൽ കൃത്യമായിട്ടുണ്ട്. പത്മവ്യൂഹം എന്നുള്ള കെണി വെച്ചിട്ട് അതിനകത്ത് അകപ്പെടുത്തി അഭിമന്യുവിനെ കൊന്നുകളഞ്ഞു. ധീരനും ധീരതയും ശക്തിയുമുള്ള അഭിമന്യുവിനെ. അതുപോലെ ഈ ബ്രിട്ടീഷുകാരുടെ ഈ കോട്ടകൊത്തളങ്ങളിലേക്ക് ചാടിക്കയറുന്ന ആളായിരുന്നു ഇയാൾ. ധീരതയോടെയും ശക്തിയോടെയും 12 വയസ്സുകാരൻ കുട്ടി അയാളെ ചതിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. സമരപോരാളിയായ കുട്ടി, അയാൾക്ക് നേരെ ഉയർന്ന വെടിയുണ്ട, അത് വലിയൊരു കെണിയായിരുന്നു. ഒരു കുഞ്ഞിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കെണി. അങ്ങനെയുള്ള ഈ ഉപമാപ്രയോഗം അഭിമന്യു ആയിട്ട് ഈ കുട്ടിയെ സ്വീകരിച്ചതും വളരെ ഉചിതമായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഒന്ന് കുട്ടിയുടെ നേരെ ഉണ്ടായ വെടിയുണ്ട, അതിനുമപ്പുറത്ത് ദേവീബഹൻ്റെ നേരെ ഉണ്ടായ ലാത്തിയടി. അപ്പുറം ഇപ്പുറം എന്ന് പറയേണ്ട, ഇത് രണ്ടും. ഇതാണ് ലാത്തിയും വെടിയുണ്ടയും. അധികാര രൂപങ്ങളുടെ പ്രയോഗമാണിത്. അതിനോടുള്ള ചെറുത്ത് നിൽപ്പിൻ്റെ ആവിഷ്കാരമാണ് ഇവിടെ ദേവീബഹൻ എന്ന കഥാപാത്രം. ഒപ്പം തന്നെ അഗ്നിസാക്ഷിയിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണത്. മറ്റൊരു മുഖ്യ കഥാപാത്രങ്ങളിലൊന്നാണ് തങ്കം നായർ. തങ്കം നായരുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ ഇതിനകത്ത് വെളിവാകുന്നുണ്ട്. ഈ 12-ാം അധ്യായത്തിലെ മുഖ്യ കഥാപാത്രം ഇവർക്ക് രണ്ടുപേർക്കും അപ്പുറം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 12 വയസ്സുകാരൻ കുട്ടിയുടെ അതിധീരമായ ഈ കലാപം പ്രഖ്യാപിക്കലാണ്. ബ്രിട്ടീഷ് പട്ടാളത്തോടുള്ള കലാപം പ്രഖ്യാപിക്കലാണ് എന്ന ധാരണ കൂടി നമുക്ക് ഈ പാഠഭാഗം പകർത്തു തരുന്നു. ആ പാഠഭാഗത്തിൻ്റെ ഉള്ളറിവ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഇനിയും ചിന്തകളിലേക്കും ഈ നോവലിൻ്റെ വായനയിലേക്കും നിങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.